ഹലോ ഗായ്സ്, ഞാൻ ലക്ഷ്മി. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇടാനായിട്ട് കുറച്ച് നേരം വൈകി, എന്നാലും സാരമില്ല. ഞങ്ങൾ നാട്ടിൽ പോവാണ് ഗൈസ്. എന്തിനാ പോകണമെന്നല്ലേ, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പേപ്പറിൽ ഒരു സൈൻ ഇടാൻ വേണ്ടി ചോദിച്ച് വാങ്ങി കിട്ടിയ ഒരു ലീവാണിത്. അങ്ങനെ ഞങ്ങളിതാ സ്റ്റേഷനിലെത്തി. 5 മണിക്ക് തന്നെ ട്രെയിൻ. അപ്പോൾ അതിന് വേണ്ടി ഇതാ സമയം നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. 5 മണിക്കായിരുന്നു ട്രെയിൻ. അങ്ങനത്തെ ട്രെയിനിൽ കയറി ഞങ്ങൾക്ക് സീറ്റും കിട്ടി. ഞങ്ങൾ സമാധാനമായിരുന്നു. ഇനിയിപ്പോൾ സേലം വരെ ഇരിക്കേണ്ട കാരണം കൊണ്ട് വിൻഡോ സീറ്റ് കിട്ടിയ കാരണം കൊണ്ട് നല്ല എളുപ്പമായിരുന്നു. അങ്ങനെ ഞങ്ങളതാ സേലം എത്തി. പിന്നെ ഇനി അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് നോക്കിയുള്ള നടത്തായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ 2 പേരായിട്ട് ആദ്യമായിട്ട് പോണത്. ആരാന്നല്ലേ, ഇതാണ് അനു. എൻ്റെ കൂടെ +1 +2 പഠിച്ചു. ഇതാ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പം ഇനിയുള്ള ട്രെയിൻ 11 മണിക്കാണ് മനസ്സിലായി. നല്ല വിശപ്പുണ്ടായ കാരണം കൊണ്ട് ഞങ്ങളതാ ഒരു കടയും തപ്പി അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങളിതാ നടന്ന് അങ്ങനെ ഒരു കടയിലെത്തി. എന്താ കഴിക്കാമെന്ന് ആലോചിച്ചപ്പോഴോ അവിടെ ആ കൂടി ഉണ്ടായിട്ട് പൊറോട്ട. ശരി, പൊറോട്ടയെങ്കിൽ പൊറോട്ട എന്ന് വെച്ച് അത് കഴിക്കാൻ വേണ്ടി ഞങ്ങളിതാ കയ്യും കഴുകി സെറ്റായി ഇരുന്നു. അങ്ങനെ ആളതേ പൊറോട്ടയും കൊണന്നു, കറിയും കൊണന്നു. കറി ഒരു സാമ്പാർ പോലെ തന്നെ എന്തോ ഒരു കറിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിച്ചിറങ്ങി ഞങ്ങളിതാ ഒരു ലേസും വാങ്ങിച്ച് ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ചങ്ങോട്ട് ഇറങ്ങി. ഇനി അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട കാരണം കൊണ്ട് ഇനി ഓരോ ട്രെയിനും പോണതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഇത്രയും നേരമായ കാരണം കൊണ്ട് ഉറക്കവും വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാണ്. ഇനി കയറുന്ന ട്രെയിന് നല്ല തിരക്കായി. ട്രെയിനിൽ കയറിയിട്ടുള്ള അവസ്ഥയാണിത്, കണ്ടില്ലേ? അയ്യോ, ഇതായിരുന്നു അവസ്ഥ. അല്ലല്ലോ, സേലത്തുനിന്ന് കയറിയാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നല്ല തിക്കും തിരക്കായിരിക്കും. കാല് വയ്ക്കാൻ സ്ഥലം കിട്ടിയ ഭാഗ്യം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതാ ഞങ്ങളുടെ നാട്ടിലെത്തി. എവിടെ? തൃശ്ശൂർ. ഇവിടെ ഇറങ്ങി ഇത് ഈ ബോർഡ് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 5:30 ആയിരുന്നു. അപ്പം ഇനി ബസ്സിന് പോകേണ്ട കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരുന്നു അടുത്ത ടെൻഷൻ. പിന്നെ അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ വേണ്ടി അങ്ങനെ നടന്നു. അനുവിന് വേറെ ബസ്സായ കാരണം കൊണ്ട് അവൾ അങ്ങ് പോയി. ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. എന്നാലും സാരമില്ല, ചെറിയ ലേറ്റൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അങ്ങോട്ട് നടന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണ, അതും നമ്മൾ തൃശ്ശൂർ രാത്രി റൗണ്ടിൽ കൂടെ. നല്ല രസമല്ലേ? അങ്ങനെ നടന്ന് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. പക്ഷെ കണ്ടില്ലേ, നല്ല ഇരുട്ടായിരുന്നു. ഞാനവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, നല്ല ഇരുട്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് നേരം പതിയെ വെളുത്തു തുടങ്ങി. ആ ടൈമിൽ അവിടെ സെക്യൂരിറ്റിക്കാരൻ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു സമാധാനമായി. എന്തായാലും ബസ്സുകളൊക്കെ 6:30 ആ ഒരു ടൈം നമ്മളല്ലേ വരുള്ളൂ. അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചു. പിന്നെ കുറേ നേരം നടന്നു വന്ന കാരണം കൊണ്ട് കുറച്ച് നേരം കാല് ഒക്കെ വേണ്ടെടുത്ത കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഇരുന്ന് പിന്നെ നേരം പോണ്ടേ, 6:30 ബസ് വരുള്ളൂ. അതുവരെ ഇങ്ങനെയൊക്കെ ഞാൻ നടന്ന് ഇരുന്ന് നേരം കഴിഞ്ഞു. അപ്പം അങ്ങനെ. അപ്പം ശരി, ഓക്കെ, ബൈ.